ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ വഹിച്ച പരിവർത്തനാത്മക പങ്കിനെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരാഴ്ചത്തെ ഫ്രാൻസ്, ബെൽജിയം സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടും. നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സംഭവത്തിൽ സമഗ്ര അന്വേഷണമുണ്ടാകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടുന്ന സംഘത്തിന്റെ ബഹിരാകാശ യാത്ര മറ്റന്നാൾ ആരംഭിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ സിന്നർ അൽക്കാരസ് പോരാട്ടം ഇന്ന്. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ വഹിച്ച പരിവർത്തനാത്മക പങ്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു. കേന്ദ്രത്തിലെ NDA സർക്കാർ 11 വർഷം അധികാരത്തിൽ തികയുമ്പോൾ ശാസ്ത്രം, വിദ്യാഭ്യാസം, കായികം, സ്റ്റാർട്ടപ്പുകൾ, സായുധ സേനകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മികവ് പുലർത്തി. നിരവധി സംരംഭങ്ങളിലൂടെ NDA സർക്കാർ സ്ത്രീകൾ നയിക്കുന്ന വികസനം പുനർനിർവചിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്വച്ഛ് ഭാരത് അഭിയാൻ വഴി അന്തസ് ഉറപ്പാക്കൽ, ജൻധൻ അക്കൌണ്ടുകൾ വഴി സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം സ്ത്രീകളുടെ പേരിൽ വീടുകൾ നൽകുന്നത് അവരുടെ സുരക്ഷയും ശാക്തീകരണവും ഉറപ്പാക്കി. പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിനെയും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ ശാക്തീകരണം, മികച്ച ധനലഭ്യത, ഏകോപനം എന്നിവയിലൂടെ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത പ്രതിരോധ അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര സമ്മേളനമായ CDRI 2025 വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകമെമ്പാടുമുള്ള തീരമേഖലകൾ, ദ്വീപ് സമൂഹങ്ങൾ എന്നിവ കാലാവസ്ഥാ വ്യതിയാനം മൂലം വലിയ വെല്ലുവിളികൾ നേരിടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ധാരണകൾ തിരുത്തിയതായി മന്ത്രി കിരൺ റിജിജു. വടക്ക് കിഴക്കൻ മേഖലയിൽ ഹൈവേകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ മുതലായ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ 11 വർഷം പൂർത്തിയാക്കിയ വേളയിൽ ദൂരദർശന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ശ്രീ റിജിജു ഇക്കാര്യം വ്യക്തമാക്കിയത്. हमारा अरुणाचल में 100% डिस्ट्रिक्ट हेडक्वार्टर्स में नेशनल हाईवे बन चुके हैं, रेलवे लाइन से जुड़ चुके हैं हमारा स्टेट हेड कैपिटल, और 2-3 प्रोजेक्ट बाकी भी चल रहे हैं. एयरपोर्ट हमारे यहाँ बन चुके हैं. तो इंफ्रास्ट्रक्चर दृष्टि में आज हम लोग बहुत आगे हैं. ये तो शुरुआत है. मोदी जी ने कहा कि 2047 में विकसित भारत बनाने के लिए अब हम जिस पैमाने में काम कर रहे हैं वो सिर्फ वॉल्यूम से रिकॉर्ड के लिए नहीं, क्वालिटी भी हम विश्व स्तर का क्वालिटी के साथ काम करेंगे. മിസോറാമിൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സെക്ഷനിൽ പുതുതായി നിർമ്മിച്ച ബൈറാബി സൈറാങ് റെയിൽവേ ലൈനിന്റെ സുരക്ഷാ പരിശോധന റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ ആരംഭിച്ചു. വടക്ക് കിഴക്കൻ മേഖലയിലെ കണക്ടിവിറ്റിയും സാമ്പത്തിക സംയോജനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിന് കീഴിലുള്ള പ്രധാന അടിസ്ഥാന സൌകര്യ സംരംഭമാണ് ഇത്. 51.38 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത ഈ മാസത്തോടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി NRF ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, ബെൽജിയം എന്നിവിടങ്ങളിലേക്ക് 7 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് പുറപ്പെടും. ഫ്രാൻസ് സന്ദർശന വേളയിൽ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. അതേസമയം യൂറോപ്യൻ യൂണിയൻ സന്ദർശന വേളയിൽ ഡോക്ടർ ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ ഉന്നത പ്രതിനിധിയും വൈസ് പ്രസിഡന്റുമായ കാജ കല്ലാസുമായി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ബെൽജിയം എന്നിവയുമായുള്ള ഇന്ത്യയുടെ സൌഹൃദ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടുന്ന 4 സംഘത്തിന്റെ ബഹിരാകാശ യാത്ര മറ്റന്നാൾ ആരംഭിക്കും. ആക്സിയം 4 ദൌത്യം നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. ബുധനാഴ്ച രാത്രിയോടെ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. നാസയുടെ പിന്തുണയോടെ ISROയും ബയോടെക്നോളജി വകുപ്പും സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത പ്രത്യേക ഭക്ഷണ പോഷകാഹാര പരീക്ഷണങ്ങൾ നടത്താനാണ് ശുക്ലയുടെ പദ്ധതി. കേന്ദ്ര സർക്കാർ റോഡ് നിർമ്മാണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മുൻതൂക്കം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി B. സഞ്ജയ് കുമാർ. ഇതിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തെലങ്കാനയിലെ കരിംനഗർ ലോക്സഭാ മണ്ഡലത്തിൽ 31 കോടിയിലധികം രൂപയുടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി അദ്ദേഹം പറഞ്ഞു. ആസിഫ് നഗറിൽ നടന്ന ഒരു ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണിപ്പൂർ താഴ്വരയിലെ 5 ജില്ലകളിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ്, മൊബൈൽ ഡേറ്റ സേവനങ്ങൾ നിർത്തിവയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, തൗബൽ, ബിഷ്ണുപൂർ,
കാക്ചിങ് എന്നീ ജില്ലകളിലാണ് നിയന്ത്രണം. സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷകരമായ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നത് തടയുന്നത് ലക്ഷ്യമിട്ടാണ് നടപടി. മെയ്തി സംഘടനാ നേതാവായ അരംബായി തെങ്കോളിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇന്നലെ രാത്രി ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ് ജില്ലകളിലുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടാനാണ് എല്ലാ വർഷവും ജൂൺ 8 സമുദ്രദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര സമ്മേളനം ഈ മാസം 13 വരെ ഫ്രാൻസിലെ തീരദേശ നഗരമായ നീസിൽ നടക്കും. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഉന്നതതല പ്രതിനിധി സംഘം സമ്മേളനത്തിൽ പങ്കെടുക്കും. BJP MP രവിശങ്കർ പ്രസാദ് നേതൃത്വം നൽകുന്ന പാർലമെന്ററി സർവകക്ഷി സംഘത്തിന്റെ ജർമ്മൻ സന്ദർശനം പൂർത്തിയായി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാടിന് വലിയ പിന്തുണയാണ് ജർമ്മനിയിൽ നിന്ന് ലഭിച്ചത്. ജർമ്മൻ ഭരണ നേതൃത്വം, പാർലമെന്റ് എന്നിവയിൽ നിന്നുള്ള മുതിർന്ന പ്രതിനിധികളുമായി ഇന്ത്യൻ സർവകക്ഷി സംഘം കൂടിക്കാഴ്ച നടത്തി. ലോകത്ത് എവിടെ ഉണ്ടാകുന്ന ഭീകരാക്രമണത്തിന് പിന്നിലും പാകിസ്ഥാനിൽ നിന്നുള്ളതോ അവിടെ പരിശീലനം ലഭിച്ചതോ ആയ ഭീകരരുടെ സാന്നിധ്യം കാണാനാകുമെന്ന് രവിശങ്കർ പ്രസാദ് അഭിപ്രായപ്പെട്ടു. पाकिस्तान क्या कर रहा है? टेरर मशीन. कैसे वर्ल्ड क्लास टेररिस्ट पैदा हों जनरल्स की अगुवाई में, यह पाकिस्तान 4 बार लड़ाई लड़े, हर बार हारे. हम कभी अटैकर नहीं थे, फिर भी वो सुधरते नहीं है. कारण क्या है कि वो जनरल्स के कंट्रोल में है, पॉलिटिकल लीडर्स के कंट्रोल में नहीं है. The generals want to remain relevant by perpetuating conflict, and the terrorists have become their instrument to execute. നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. മൃതദേഹം വഴിക്കടവ് മണിമൂളി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലെത്തിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്കാണ് അന്വേഷണ ചുമതല. വെള്ളക്കട്ട സ്വദേശി വിനീഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 2 കുട്ടികൾക്കും ഷോക്കേറ്റു. സംഭവം തികച്ചും ദാരുണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്നും വിഷയത്തിൽ വനം വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്നത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ 2ാംഘട്ട റാൻഡമൈസേഷൻ നാളെ നടക്കും. ചെലവ് നിരീക്ഷകനായ അങ്കിത് ആനന്ദ് സ്ഥാനാർത്ഥികളുടെ ഓരോ ദിവസത്തെയും കണക്ക് സംബന്ധിച്ച് ഈ മാസം 10, 13, 17 തീയതികളിൽ പരിശോധന നടത്തും. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി 12 മണിവരെ 52 ദിവസമാണ് നിരോധനം. തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും സ്പെയിനിന്റെ കാർലസ് അൽക്കാരസും ഇന്ന് ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30-നാണ് മത്സരം ആരംഭിക്കുക. വനിതാ ഡബിൾസ് ഫൈനലിൽ സാറ എറാനി ജാസ്മിൻ സഖ്യം അന്ന അലക്സാണ്ട്ര സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ അമേരിക്കയുടെ കോക്കോ ഗൌഫ് കിരീടം നേടി. മതിയായ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കെതിരായ നടപടികളെ തുടർന്നുണ്ടായ സ്ഥിതിഗതി നിയന്ത്രിക്കാൻ ലോസ് ആഞ്ചൽസിൽ 2000 നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. പ്രധാനമായും ലാറ്റിനോ ജില്ലയിൽ ഉള്ളവർ അക്രമാസക്തരായതോടെ ഇന്നലെ രാത്രി നഗരം 2ാം ദിവസവും ശാന്തമായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് സുരക്ഷ ശക്തമാക്കിയത്. കീവ് തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കുകയാണെന്ന റഷ്യയുടെ അവകാശവാദം യുക്രൈൻ നിഷേധിച്ചു. കൈമാറ്റത്തിനായി തടവുകാരുടെ പട്ടിക യുക്രൈൻ റഷ്യയ്ക്ക് കൈമാറിയെങ്കിലും കൈമാറ്റ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വ്യത്യസ്ത പട്ടികകൾ റഷ്യ സമർപ്പിച്ചിട്ടുണ്ടെന്ന് യുക്രൈൻ ആരോപിച്ചു. ഈ മാസം 2-ന് ഇസ്താംബൂളിൽ നടന്ന 2ാം റൌണ്ട് നേരിട്ടുള്ള സമാധാന ചർച്ചകളിൽ ഈ വാരാന്ത്യത്തിൽ കൂടുതൽ തടവുകാരെ കൈമാറാൻ റഷ്യയും യുക്രൈനും സമ്മതിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ വഹിച്ച പ്രവർത്തനാത്മക പങ്കിനെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഒരാഴ്ചത്തെ ഫ്രാൻസ്, ബെൽജിയം സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടും. നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടുന്ന സംഘത്തിന്റെ ബഹിരാകാശ യാത്ര മറ്റന്നാൾ ആരംഭിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ സിന്നർ അൽക്കാരസ് പോരാട്ടം ഇന്ന്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.